യെസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. സിംഗപ്പൂർ എപ്പിസോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സീ അക്വേറിയം ഉണ്ട്, അത് കാണും. അത് ലാർജസ്റ്റ് ആണ്, പക്ഷെ അത് നമ്പർ 1 ഒന്നുമല്ല, ഒരുപാട് വലുതിൽ ഒരെണ്ണമാണിത്. സോ ഹെവി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ നിറയെ റൈഡ്സ്, കാര്യങ്ങൾ, പരിപാടികളൊക്കെ ഉണ്ട്. സോ നമുക്ക് അതൊക്കെ കാണാം. അപ്പോ വേറൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നമുക്ക് അകത്തേക്ക് കയറിയാലോ? കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നടന്നു പോകുന്നത് സീ അക്വേറിയം കാണാൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ സീ അക്വേറിയം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറുക. ഇതും അടിപൊളിയാണെന്നാണ് പറയണത്. നമ്മൾ സീ അക്വേറിയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ടണലാണ്. സോ ആ ടണൽ നിങ്ങൾക്ക് ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ടണൽ ഭയങ്കര വലുതാണ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, 2 പേര് ക്ലീനിങ് നടക്കുന്നതാണ്. ഈ രാവിലത്തെ സമയമായതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പോയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ആ 2 പേര്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതിൻ്റെ അകത്തില്ലാത്ത മീനുകളില്ല. കുറേ സംഭവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഷാർക്കും മറ്റതും മറിച്ചതും ഒക്കെ മിക്സായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു വലിയ ടണൽ. ഇതിങ്ങനെ കണ്ടു പോകാനും കുട്ടികളാണെങ്കിലും കുറേ കുട്ടികളുണ്ടായിരുന്നു സ്കൂളുകളിൽ നിന്നും. അവർക്കിത് ഭയങ്കര എന്താ പറയുക, രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്കും കാണാനൊക്കെ കൊള്ളാം, കണ്ടിരിക്കാം, ഇങ്ങനെ അത്രയൊക്കെ തന്നെ. പക്ഷേ ഭയങ്കര ഭീകരമാണ് കേട്ടോ, ഭയങ്കര വലുതാണ്. ഇതിൻ്റെ ഓരോ ഇപ്പം ഞാൻ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഹെവിയാണ്. നമ്മൾ ഈ വീടുകളിലൊക്കെ കാണുമ്പോൾ ഉള്ള വലിയൊരു അക്വേറിയം. ആ അക്വേറിയം ഒരു ചുമരാണ്, കംപ്ലീറ്റ് ഒരു വലിയ, നമുക്കവിടെ ഇരിക്കാം, സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഭയങ്കര ഫീലാണ്. ഇങ്ങനെ കുറേ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യും. നമുക്കൊരു വളരെ പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ഹെവി പരിപാടിയായി പോയി. വലിയൊരു തിയേറ്റർ സ്ക്രീൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ. അതിൻ്റെ അകത്ത് കടലിനകത്തുള്ള എല്ലാ മീനുകളും ഉണ്ട്. അത് ഭയങ്കര രസം. പിന്നെ ഒരു ഓഷ്യൻ ഡോം ഉണ്ട്. സോ ഒരു ഡോം ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതും ഇതുപോലെ തന്നെ മുകളിൽ വെള്ളം പോകുന്നു, താഴേന്ന് നമുക്കിങ്ങനെ നോക്കാം, അങ്ങനെയുള്ളൊരു ഡോം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള അക്വേറിയത്തിലുള്ള ഓരോ വെള്ളം അല്ലെങ്കിൽ എന്തൊക്കെ മിനറൽസ് ആഡ് ചെയ്യുന്നത്, സോ അത് എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ലാബാണ്. സോ ഇതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് ആരൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാം. അവരെന്തോ അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതായിരിക്കും. സോ ഇത് ഭയങ്കര ക്ലീനായിട്ടും വൃത്തിയായിട്ടും കൊണ്ടു നടക്കുന്ന ഒരു അക്വേറിയമാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ രസകരമായിട്ട് പ്രീത ചേച്ചിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് കൈയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റും. അതിനെ തൊടുമ്പോൾ എങ്ങനെയായിരിക്കും, അത് ഓരോരോ പ്രത്യേക തരം ഈ കടലിലുള്ള ജീവികളുടെയൊക്കെ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം പ്രീത ചേച്ചിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ കളിയാക്കി ചേച്ചിനെ കൊണ്ട് ഇങ്ങനെ കൈയിട്ട്, എനിക്ക് ആദ്യം പേടിയായിരുന്നു. ആദ്യം പ്രീത ചേച്ചിനെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇടാലോ എന്ന് പറഞ്ഞിട്ട്, പാമ്പ് കീമ്പ് ചേച്ചി അങ്ങനെയാണ് ഇടുമോ? ഇതേ അവരൊക്കെ ഇടണം, കണ്ട അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഇട്. അയ്യോ ചേച്ചി, ഇനി എന്തിനും എൻ്റെ പൊന്നെ ഇട് ചേച്ചി, ഒന്നും സംഭവിക്കാനില്ല ഈ ലോകം. ഇത് വളരെ സിമ്പിളല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ ചേച്ചി. ഇതിനാണ് ഈ പേടിച്ചത് കിടന്ന്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ സീ അക്വേറിയം കണ്ട് നമ്മൾ നേരെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറാൻ പോവാണ്. ഈ മുകളിൽ കണ്ടോ, അത് മോണോ റെയിലാണേ, പോകുന്ന റെയിലിപ്പോൾ. വാട്ട് എ ടൈമിങ്. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഇതിലേക്ക് എൻ്ററായി. കുറേ ഷോപ്സൊക്കെയാണ് ആദ്യം തന്നെ ഉള്ളത്, കണ്ടോ?
നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ ആദ്യത്തെ റൈഡിൻ്റെ അകത്ത് കയറി. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റൈഡാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലാണ്. പക്ഷെ എന്നാലും ഞങ്ങളും കയറി. ഞങ്ങളും കുട്ടികളാണ് അല്ലേ? പിള്ളേർക്ക് ഇത് അല്ലേ? ആ നൈസ്. ആ ഇത് കൊള്ളാലോ. അടിപൊളിയാട്ടാ. And furry hero has saved the day! Time to go back home! കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജെയിംസ് കാമറൂൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവത്തിലേക്കാണ്. ലൈറ്റ് ക്യാമറ ആക്ഷൻ. പക്ഷേ ഈ എപ്പിസോഡ് നമുക്ക് നാളെയാണ് കാണാൻ പറ്റുക. കാരണം നാളെ മീൻസ് നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതൊരു ഗംഭീര സാധനമാണ്. നിങ്ങൾക്ക് കുറച്ച് ഷോർട്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളുടെ ഓരോരോ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഇതുപോലത്തെ വെറൈറ്റി സംഭവമാണ്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള, അതും സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊരു ഹെവി അനുഭവമായിരിക്കും. വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ് ഓഫ്. നാളെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ജെയിംസ് കാമറൂണിൻ്റെ ഈ ഒരു ഷോ കാണും. ഓക്കെ, വേറൊന്നും പറയാനില്ല. ബൈ ബൈ.